ഹലോ നമസ്കാരം. ഇന്ന് കാശ്മീരിലെ ലാസ്റ്റ് ദിവസമാണ്, 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ, അബൂസ് വില്ല. ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, ദാൽ ലേക്കിലോട്ട് നടന്നു പോകാനുള്ള ഇതുണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകളോടെ കാണാമേ. ഇവിടെ റിസപ്ഷനുണ്ട്. ഇവിടെ എല്ലാം തടിയാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. തടി കൊണ്ട് പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. സന്നപ്പാ ഹായ്. കണ്ടോ, നല്ല റൂമാണ്. 1200 രൂപയാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ ബാത്റൂം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഹീറ്ററൊക്കെ ഉണ്ട്. അടിപൊളി വലിയൊരു ബാത്റൂമും ഒക്കെയാണ്. നമ്മളെപ്പോഴും കാശ്മീർ വരുമ്പോഴേ കഴിവതും വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ കഴിവതും നമ്മൾ നല്ല ഹോട്ടൽ, ഒരു 1500 രൂപ മുതലുള്ള ഹോട്ടലുകളൊക്കെ ഏകദേശമൊക്കെ ഈ ഫെസിലിറ്റീസ് ഉള്ളതാണ്. അപ്പം തീരെ റേറ്റ് കുറഞ്ഞ ഹോട്ടലുകൾ എടുത്താൽ രാത്രിയിൽ ആണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്, നമുക്ക് അത് അതിജീവിക്കാൻ വലിയ പാടായിരിക്കും. പകലൊക്കെ എല്ലായിടത്തും കറങ്ങി ക്ഷീണിച്ച് വൈകുന്നേരം കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടുന്നത് ആകെപ്പാടെ കുളമായി പോകും. അപ്പം അതുകൊണ്ട് എ സി ഉള്ള, എയർ കണ്ടീഷനിങ് ഉള്ള റൂമുകൾ തന്നെ കഴിവതും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാശ്മീർ വരുമ്പോൾ വിൻ്റർ സീസണിൽ ഡ്രസ്സ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഇന്നർ ഇതുപോലെ അകത്ത് ഇടുന്ന ഒരു ഇന്നർ, പിന്നെ ഒരു ടീഷർട്ടോ വല്ലതും ഇടുക. അതിന് മുകളിൽ സെറ്റർ, അതിനുശേഷം നമ്മളൊരു ജാക്കറ്റ്. ഇതാണ്ട് ഈ ഒരു ടൈപ്പിലുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ജാക്കറ്റ്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തലയിൽ ഇതും, പിന്നെ ഗ്ലൗസ് വേണം. പിന്നെ ഷൂസ് ഇപ്പം ഡിസംബർ പകുതി വരെ സ്നോയിലൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ഷൂ തന്നെ ധാരാളമാണ്. പിന്നെ വൂളൻ്റ് ആയിട്ടുള്ള ഒരു സോക്സും കൂടെ നമ്മൾ കരുതുക. അപ്പോൾ ഇത്രയൊക്കെ നമുക്കിവിടെ വരുമ്പോൾ ഡ്രസ്സിങ്ങിൽ ആവശ്യമുള്ളൂ. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് മസ്റ്റായിട്ട് വിൻ്റർ സീസണിൽ വരുമ്പോഴും നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ചുണ്ട് വരളുക എന്നുള്ളതും നമുക്കിവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് ലിപ് ബാമോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ കരുതണം. പിന്നെ മെഡിസിനായിട്ടുള്ള പനിക്കുള്ളതോ, ജലദോഷം വരുന്നതിനോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം, കാരണം പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിലൊന്നും നമുക്കത്ര ഒരു ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുക. പിന്നീട് ഇവിടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമുക്കാവുന്നത്. ഫുഡ് നല്ല പൈസയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എക്സ്പെൻസും ചിലവും ഒക്കെ ഞാൻ പുറകാലം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, കാശ്മീർ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ, നോ പ്രോബ്ലം.